ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ശബദിന്റെ പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം പൊതുസേവനം, കർശനമായ പരമാർത്ഥത ആവശ്യപ്പെടുന്നു എന്നുള്ള വിഷയമാണ്. സദൃശ്യവാക്യം 31:4-5 വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു: വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത്, മദ്യാസക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്. അവർ കുടിച്ചിട്ട് നിയമം മറന്നുപോകാനും അരിഷ്ടന്മാരുടെ ന്യായം മറിച്ചു കളവാനും ഇടവരരുത്. പ്രിയ ദൈവമക്കളെ, പൊതുസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, അതായത് പാസ്റ്റർമാര്, സഭയുടെ നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവര്, അതുപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നിയമ നിർമ്മാതാക്കൾ, നീതിന്യായ കോടതികളിൽ സേവനം അനുഷ്ഠിക്കുന്നവർ, ഇവരൊക്കെയും സുബോധത്തോടെ ജീവിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ഈ വേദപുസ്തക വാക്യങ്ങൾ എഴുതുമ്പോൾ രാജാക്കന്മാരെ കുറിച്ചാണ്, അതുപോലെ പൊതുപ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇന്ന് എന്നാൽ നാം ചിന്തിക്കുമ്പോൾ ഇന്ന് രാജഭരണമില്ല. എന്നാൽ ഇന്ന് പൊതുപ്രവർത്തകരായിട്ടുള്ള ധാരാളം പേരുണ്ട്. മാത്രമല്ല, സഭയുടെ ചുമതല വഹിക്കുന്നവര്, പ്രിയപ്പെട്ട പാസ്റ്റർമാര്, ഇവരൊക്കെയും മദ്യാസക്തിയിലോ വീഞ്ഞുകുടിയിലോ സമയം ചെലവഴിക്കുന്നവരാകരുത് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, രാസലഹരി, MDMA എന്നൊക്കെ പറയും, ഉത്തേജക മരുന്നുകൾ, ഇതൊക്കെയും ഉപയോഗിച്ച് സുബോധം നഷ്ടപ്പെട്ട അനേകരെ കാണാൻ കഴിയും. എന്നാൽ ഒരു ദൈവ പൈതൽ, അഥവാ പൊതുസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതൽ സത്യസന്ധത, അതുപോലെ ആത്മനിയന്ത്രണം, ഇതൊക്കെ ഉള്ളവരായിരിക്കണം. പുകയിലയുടെ ഉപയോഗം, ഉത്തേജക മരുന്നുകൾ, ഇതൊക്കെയും, അല്ലെങ്കിൽ മദ്യം, വീഞ്ഞ്, ഇതൊക്കെയും നമ്മുടെ തലച്ചോറിനെയും നാഡിനരമ്പുകളെയും വളരെയധികം പ്രയാസപ്പെടുത്തുന്നതും അത് മന്ദീഭവിപ്പിക്കുന്നതുമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് വിശ്വാസ്യത ആവശ്യമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര് ഇതുപോലെയുള്ള തെറ്റായ ജീവിത രീതി തിരഞ്ഞെടുക്കരുത്. അവരൊക്കെയും വർജനം ആചരിക്കുന്നവരായിരിക്കണം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വയം കൊള്ളാമെന്ന് തെളിയിക്കപ്പെട്ടവരായിരിക്കണം പൊതുപ്രവർത്തകർ. സത്യബോധമുള്ളവരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം, തികഞ്ഞ അന്തസ്സുള്ളവരായി അവര് ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരുവചനം നമ്മളോട് പറയുകയാണ്, വീഞ്ഞു കുടിക്കുന്നത് ഒരു പൊതു സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പാസ്റ്റർക്കോ, അതുപോലെയുള്ള ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന സഭാധ്യക്ഷന്മാർക്കോ, നീതിന്യായ കോടതികളിൽ പ്രവർത്തിക്കുന്നവരോ, അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകളിൽ നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടി ആക്കിയിരിക്കുന്നവരോ ഒന്നും ഇതുപോലെയുള്ള തെറ്റായ ജീവിത രീതി തിരഞ്ഞെടുക്കാൻ പാടില്ല. കാരണം അവര്, തിരുവചനം പറയുന്നത്, അവര് നിയമം മറന്നുപോകും, ന്യായം മറിച്ചു കളയും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ, അവരൊരു പക്ഷേ നമുക്കറിയാം, പലരും കൈക്കൂലി വാങ്ങിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള എല്ലാ ദുഷിച്ച സ്വഭാവത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചവരായി ജീവിക്കണമെങ്കിൽ ഇവര് ഇതുപോലെയുള്ള ദുഷിച്ച ജീവിത രീതിയിൽ നിന്നും വേറിട്ട് നിൽക്കണം. അതിൽ നിന്ന് മാറി സത്യസന്ധതയോടെ, അതുപോലെ ആത്മനിയന്ത്രണത്തോടെ ദൈവാത്മാവിന്റെ നിറവിൽ ജീവിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ദരിദ്രന്റെ വ്യവഹാരത്തിൽ ന്യായം മറിച്ചു കളയരുത്, വ്യാജ കാര്യങ്ങളിൽ
നിന്ന് അകന്നിരിക്കുക. നിർദോഷിയെയും നീതിമാനെയും നീ ഉപദ്രവിക്കരുത്, കൊല്ലരുത്. ഞാൻ ദുഷ്ടനെ നീതീകരിക്കുകയില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. നീ സമ്മാനം വാങ്ങരുത്, കാരണം സമ്മാനം വാങ്ങിയാൽ ജ്ഞാനിയെ അത് പൊട്ടനാക്കുന്നു, നീതിമാനെ വഷളാക്കുന്നു എന്നൊക്കെ കാണാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, അത് സഭയുടെ പൊതുപ്രവർത്തനങ്ങളിലായിരുന്നാലും രാഷ്ട്രത്തിന്റെ പൊതുപ്രവർത്തനങ്ങളിലായിരുന്നാലും ഒരുപോലെ ഇത് ബാധകമാണ്. കർശനമായ വർജനശീലം, സത്യസന്ധത, ഇങ്ങനെയുള്ളവരെ മാത്രമേ നിയമനിർമ്മാണ സഭകളിലേക്ക് വോട്ട് ചെയ്ത് അയക്കാവൂ. അതുപോലെ നീതിന്യായ കോടതികളുടെ അധ്യക്ഷ സ്ഥാനത്ത് അലങ്കരിക്കുന്നവരെ, ഇതുപോലെയുള്ള ദുസ്വഭാവമുള്ളവരാണെങ്കിൽ അവരെ അതിലേക്ക് പ്രവേശിപ്പിക്കരുത്. വർജനശീലവും സദാചാര നിഷ്ഠയും ഇല്ലാത്തവരെ ന്യായ വിസ്താരത്തില് ന്യായ തീർപ്പിനായി വിടുമ്പോൾ അനേകരുടെയും വസ്തുവകകളും മാന്യതയും ഒരുപക്ഷെ ജീവൻ പോലും ആയിപ്പോകും. നിർദോഷികളായ അനേകർ പേരും മരണത്തിന് വിധിക്കപ്പെടും. ഭൗമിക സമ്പത്തുകൾ അതുമൂലം കൊള്ളയടിക്കപ്പെടും. മദ്യപന്മാരായ നിയമപാലകന്മാരും അഭിഭാഷകന്മാരും ആയിട്ടുള്ളവര് അവരുടെ അനീതി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് സെമിനറിയുടെ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ദാനിയേലിനെ പോലുള്ള അനുഗ്രഹീതരായ ദൈവമക്കളെ നമുക്ക് ആവശ്യമുണ്ട്. സ്വയത്യാഗികളായ സ്ത്രീ പുരുഷന്മാർ, സമൂലം വർജനം ആചരിക്കുന്നവർ, ധൈര്യശാലികളായ ദൈവത്തിന്റെ മക്കൾ, അവർ മാതൃകയുള്ളവരായ ദൈവത്തിന്റെ മക്കൾ. ഓരോ ക്രിസ്ത്യാനിയും ഇതുപോലെ മാതൃകയുള്ളവരായിരിക്കണം. അവര് എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവരായിരിക്കണം. സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരണം. സ്വർഗത്തിലെ ദൈവം ഈ അനുഗ്രഹിക്കപ്പെട്ട ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് നൽകി നാം ഓരോരുത്തരും അനുഗ്രഹീതരായി തീർന്ന് ദൈവത്തിന്റെ മഹത്വത്തിനായി, പൊതുസേവനത്തിനായി കർശനമായ പരമാർത്ഥത ഉള്ളവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബത്തിൽ നാം തിരുവചനം പഠിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ തുടർന്നുള്ള മണിക്കൂറുകൾ ഏറ്റവും അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസ നൽകുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പൂർണനായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അടിയങ്ങൾ സത്യസന്ധരും പരമാർത്ഥ ഹൃദയമുള്ളവരും, അടിയങ്ങൾ സുബോധമുള്ളവരും വർജനശീലമുള്ളവരും ദൈവത്തിന്റെ വചനം അതുപോലെ അനുസരിക്കുന്നവരുമായി തീരുവാൻ അടിയങ്ങളുടെ ദൈവമായ കർത്താവേ, തെറ്റായ ജീവിത രീതികളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ദൈവം അടിയങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചനം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കപ്പെടണം. കർത്താവിന്റെ ആശീർവാദം അടിയങ്ങളുടെ എല്ലാവരുടെ മേൽ ഉണ്ടായിരിക്കണം. അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ വരവെങ്കിൽ അടിയങ്ങളുടെ ദൈവത്തെ സന്തോഷത്തോടെ എതിരേറ്റ് കർത്താവിനോടൊപ്പം നിത്യതയിൽ ചെലവഴിക്കുവാൻ കർത്താവ് അടിയങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.